friends, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് KFC ചിക്കൻ ആണ്. നമുക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് KFC ചിക്കൻ. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, തൈര്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പെപ്പർ, ഉപ്പ് ഇത്രയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു കപ്പ് തൈരാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പീസ് ചിക്കനാണ്. സ്കിൻ കളയാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കിൻ കളഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഒരു മിനിമം 1 അവർ, ഞാനൊരു 2 അവേഴ്സാണ് വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായി വെച്ച ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് കൊണ്ട് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു മിക്സിങ് റെഡിയാക്കാം. 1 കപ്പ് മൈദ, അര കപ്പ് കോൺഫ്ലവർ പൗഡർ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് ഇടുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് മുക്കി വറുക്കാൻ വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് ഒരു പീസ് എടുക്കാം. അത് മൈദയുടെ മിക്സിലേക്ക് ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാലൻസ് എല്ലാം പൗഡർ ഇതുപോലെ കൊട്ടിക്കളയണം. എന്നിട്ട് മുട്ടയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്യണം. മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം തിരിച്ച് മൈദയിലേക്ക് തന്നെ ഇടുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് കൊട്ടണം, ബാലൻസ് പൗഡർ പോവാൻ. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാലൻസ് പീസുകളും ചെയ്യാം. ഞാൻ ഓൾറെഡി ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. 2 പീസ് നമ്മൾ മാവിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് വേഗം വറുത്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്.
ചിക്കൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കോൺഫ്ലെക്സും ഓട്സും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പിയായി വരാവുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.